ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാലിംഗ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 15 ആണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡേറ്റിന് പോയ ചെങ്ങ് വരുന്നത് കാത്തിരിക്കുന്ന ടോങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവൻ വന്ന വണ്ടിയുടെ സൗണ്ട് കേട്ടതും അവൾ ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അവൾ നേരെ ഓടി അവൻ്റെ അടുത്തെത്തുമ്പോൾ അവൻ്റെ ഫേസെല്ലാം കണ്ട് നേരെ പിടിച്ച് അവൾ വീണ്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവൾ തിരിഞ്ഞു പോകുന്നതെല്ലാം കണ്ട് ചെങ്ങാണെങ്കിൽ നേരെ അവളെ വിളിച്ച് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടതും അവൾ ഓടി വന്ന് ആ ഫുഡെല്ലാം വാങ്ങി പാരി കഴിക്കുന്നുണ്ട്. അതേ സമയമാണ് എനിക്കൊന്നുമില്ല ചേട്ടാ എന്നെല്ലാം പറഞ്ഞ് അനിയൻ വരുന്നത്. അവളാണെങ്കിൽ നിനക്കൊന്നുമില്ല, ഇതെനിക്കാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അവനാണെങ്കിൽ നീ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ, ചേട്ടൻ ഡേറ്റ് ഒന്നും ചെയ്യാണ്ട് വേഗം വന്നതിലാണോ എന്നെല്ലാം ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവൾ നേരെ ഒരു ഭക്ഷണം എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മിണ്ടാതിരിക്കുക എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ IPL ഗെയിമെല്ലാം കളിക്കാനായി പോകുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ കളിയിൽ ചെങ്ങുമായി വഴക്കിടുന്ന ടോങ്ങിൻ്റെ ഓരോ വീഡിയോയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അവൾക്കാണെങ്കിൽ ഒരുപാട് നാണക്കേട് തോന്നുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, ഇനി ഞാൻ എങ്ങനെയാണ് കളിക്കാനായി സ്റ്റേജിലേക്ക് പോകുന്നത്, എനിക്ക് നാണക്കേട് തോന്നുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നതും അവൾ നാണം കെട്ടി നിൽക്കുമ്പോൾ മറ്റേ ടീമിലുള്ള ലീ അവളെ നോക്കി ക്യൂട്ടാണല്ലേ എന്നെല്ലാം പറയുന്നുണ്ട്. അവൻക്കാണെങ്കിൽ അവളെ കണ്ടയുടെ വളരെയധികം ഇഷ്ടമായത് കാരണം ആ ഗെയിമിൽ അവൻ അവളെ തന്നെ ഔട്ടാക്കി കളിക്കുന്നുണ്ട്. അങ്ങനെ ആ കളിയിൽ ZGDX തന്നെ ജയിക്കുന്നുണ്ട്. അവളാണെങ്കിലോ മുഴുവനായി ഔട്ടായി പോയത് കാരണം ഒട്ടും കളിച്ചില്ല. അത് കാരണം അവളാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീച്ചു പോകുന്നുണ്ട്. ഞാൻ ഒട്ടും കളിച്ചില്ല, പിന്നെ ഞാൻ എന്തിനാ നിൽക്കുന്നത് എന്നെല്ലാം ചോദിച്ച്. അതേസമയം റെസ്റ്റ് എടുക്കുന്ന സമയത്താണെങ്കിൽ ലീ വന്ന് ഞാൻ ടോങ്ങിനെ കാണാൻ വന്നതാണ് എന്നെല്ലാം പറഞ്ഞ് ടോങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവനാണെങ്കിൽ ക്യാമറയെല്ലാം ഓണാക്കി എൻ്റെ ഫാൻസിനോട് ഹായ് പറയും. അവർ പറയുന്നത് കേട്ടില്ലേ, ഞങ്ങൾ രണ്ടുപേരും എന്ത് മാച്ചാണ്, നിനക്ക് മനസ്സിലായോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്നവർ നേരെ ഒരു ഹായ് എല്ലാം പറയുന്നുണ്ട്. അതേസമയം നേരെ വന്ന് ക്യാമറയെല്ലാം താത്തിക്കൊണ്ട് ഇവിടെ നിന്ന് പോകും, ഇതൊന്നും ഇവിടെ പറ്റില്ല എന്നെല്ലാം അസൂയയോടെ പറയുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അവനാണെങ്കിലും എന്തൊക്കെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയിൽ സംസാരിക്കുന്നെല്ലാം ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനാണെങ്കിൽ പോകുമ്പോൾ ടോങ്ങിൻ്റെ ഫോൺ നമ്പറെല്ലാം വാങ്ങിക്കൊണ്ട് ക്യൂട്ട് ടോങ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഇതെല്ലാം കാണുന്ന ചെങ്ങിനാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ ദേഷ്യം പിടിച്ച ചെങ്ങാണെങ്കിൽ അടുത്ത കളിയിൽ അവനെ തന്നെ ഔട്ടാക്കി കളിക്കുന്നുണ്ട്. അങ്ങനെ ആ കളിയിൽ അവനെ തന്നെ ഔട്ടാക്കിയത് കാരണം അവർ അവിടെ നിന്ന് ജയിക്കുന്നുണ്ട്. അങ്ങനെ ഗെയിം കഴിഞ്ഞതിന് ശേഷം ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ടോങ്ങിൻ്റെ കൈ വിടാതെ ക്യൂട്ട് ടോങ് എന്നെല്ലാം പറയുന്നത് അവൾ നേരെ അവിടെ കൊണ്ട് വിടിപ്പിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ബസ്സിൻ്റെ അടുത്ത് പോയി ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നേരമായി, ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെയാണ് കഴിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ടോങ്ങിൻ്റെ സ്ഥലം എഴുതാ എന്നെല്ലാം മാനേജറുമായി അറിഞ്ഞ് അവൻ നേരെ അവരുടെ ബസ്സിൽ കയറി അവിടെ തന്നെ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് ടോങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെങ്ങിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ടോങ് വരുന്നതും ചെങ്ങിനോട് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇന്ന് അവൻ ഞങ്ങളുടെ കൂടെ എന്നെല്ലാം ചോദിക്കുന്നതും അവൻ പറയുന്നുണ്ട്, ഇനിയും നീ കളക്ഷൻ എടുത്തോ, നിനക്ക് കളക്ഷൻ എടുക്കുന്നതല്ലേ ഇഷ്ടം എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ഫാറ്റി അവിടെ നിന്ന് മാറ്റി ചെങ്ങ് നേരെ ടോങ്ങിൻ്റെ അടുത്ത് തന്നെ വന്ന് ഇരിക്കുന്നുണ്ട്. അവൻ എന്താ പറയുന്നത് അറിയാൻ വേണ്ടി. അതേ സമയമായിരുന്നു അവിടേക്ക് അനിയൻ വരുന്നത്. അനിയൻ പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയോ, പകരം അവനെ എടുത്തോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൻ നേരെ അനിയനെ നോക്കിക്കൊണ്ട് പിന്നെ വീണ്ടും ടോങ്ങിൻ്റെ അടുത്തേക്ക് തിരിയുന്നുണ്ട്. ടോങ്ങിനാണെങ്കിൽ നോക്കി അവൻ വെറുപ്പിക്കുന്നെല്ലാം ഉണ്ട്. എന്നിട്ട് അവൻ നേരെ ടോങ്ങിന് മെസ്സേജെല്ലാം അയക്കുന്നുണ്ട്, ക്യൂട്ട് ടോങ്ങാണ്, നീ അടിപൊളിയാ എന്നെല്ലാം പറഞ്ഞ്. ഇങ്ങനെ വെറുപ്പിക്കുന്നത് കാരണം അനിയൻ പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ സീറ്റിൽ പോയി ഇരുന്നൂടെ, എന്തിനാ എന്നെ ഇട്ട് വെറുപ്പിക്കുന്നത് എന്നെല്ലാം അനിയനും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന ചെങ്ങിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ ചെങ്ങ് അവളുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങി ഇതെൻ്റെ പെണ്ണാണ് എന്നെല്ലാം കൊറിയയിൽ പറയുന്നുണ്ട്. അവനും ചെങ്ങിനും ഒഴികെ വേറെ ആർക്കും അവിടെ കൊറിയ അറിയില്ലായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാനായി എത്തുമ്പോഴാണ് അവൻ ചോദിക്കുന്നത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെൻ്റെ പെണ്ണ് തന്നെയാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും ഇഷ്ടമാണ്. അവനാണെങ്കിൽ കൈവിടാതെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേട്ടാ എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് നിൽക്കുകയാണ്.
ഇതെല്ലാം കാണുന്ന ടോങ് ആണെങ്കിലോ അവൻ്റെ കൈ നേരെ വിടിയിപ്പിച്ച് അവൻ്റെ നേരെ ഒറ്റ അടി ഇങ്ങ് തരും എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ടും അവൻ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് ടോങ്ങിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം നേരെ അവിടേക്ക് കയറി വന്നതും അവൻ്റെ മുഖം കാണുന്ന ടോങ്ങിന് എന്തോ പോലെ തോന്നുന്നുണ്ട്. ടോങ് ചെങ്ങിനോട് പറയുന്നുണ്ട്, നീ അവനെ ചീത്തയല്ലെങ്കിൽ പറഞ്ഞു. ചെങ് പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അവനെ ചീത്ത പറയുന്നത്? അങ്ങനെ ടോങ്ങിന് പാവം തോന്നി. അവന് ഭക്ഷണമെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുന്ന ചെങ്ങിനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അവൻ കഴിക്കാൻ പോകുന്നതും അവൾ ഇട്ട് കൊടുത്ത ഭക്ഷണം നേരെ ചെങ്ങെടുത്ത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ നോക്കി ഒരു ഇളം പുഞ്ചിരിയെല്ലാം നൽകുന്നുണ്ട്. അവനാണെങ്കിൽ വീണ്ടും ഡെസ്പായിരിക്കുന്നുണ്ട്. അങ്ങനെ ടോങ് നേരെ അവളുടെ ഫ്രണ്ടിനെ കാണാനായി പോകുന്നുണ്ട്. ഇന്നലെ ചെങ് പറഞ്ഞ് വോയിസ് മെസ്സേജെല്ലാം അവൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നത് അവൾ പറയുന്നുണ്ട്, ഇതെൻ്റെ പെണ്ണാടാ, ഷീസ് മൈ ഗേൾ എന്നെല്ലാം പറഞ്ഞത് അവൾ അറിയുന്നുണ്ട്. അതേസമയം ചെങ്ങിനെയാണെങ്കിൽ ഡേറ്റിംഗ് ചെയ്ത ലിയ എന്ന ആ പെൺകുട്ടി ഞാൻ നിങ്ങളുടെ കളി കാണാൻ വരികയാണ് എന്നെല്ലാം പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നതും ഇനി ഇന്നലെ പറഞ്ഞ കാര്യം എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, നീയും ടോങ്ങും റിലേഷനിലാണ് എന്ന്. ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത കളി കാണാനെല്ലാം വരുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്ന ചെങ്ങാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിൽ. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ടോവും വന്ന്, നീ ഇന്നലെ പറഞ്ഞത് ഞാൻ അറിഞ്ഞു, എൻ്റെ ഫ്രണ്ടിനോട് ആ വോയിസ് കേൾപ്പിച്ച് ഞാൻ എന്താണെന്ന് അറിഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് ചെങ്ങ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവൾ പറയുന്നുണ്ട്, ദാ ആ ഭക്ഷണം കഴിച്ചേക്ക്, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല, എൻ്റെ പൂച്ചക്ക് ഉണ്ടാക്കിയതാണ്, എന്നാലും നീ അത് കഴിച്ചേക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ചെങ് അത് കഴിച്ചുകൊണ്ട് ചെങ് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ലിയോട് നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാണ് പറഞ്ഞത്. അവനാണെങ്കിൽ അത് വിശ്വസിച്ചു. അവനാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത കളി കാണാനായി വരുന്നുണ്ട്, അതേപോലെ നീ അഭിനയിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത കളിയാകുന്നുണ്ട്. അവനാണെങ്കിൽ ആ കളിയിൽ വന്നിരുന്നു. അതേപോലെ തന്നെ ആ കളി കാണാനായി ചെങ്ങിനെ ഡേറ്റിംഗ് ചെയ്ത ആ പെണ്ണും വന്നിരുന്നു. ഇതെല്ലാം കാണുന്ന അവൾക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാകുന്നില്ലായിരുന്നു. ഇതെല്ലാം കാണുന്ന ചെങ്ങാണെങ്കിൽ ലിയെ മാത്രമായിരുന്നു ശ്രദ്ധിക്കുന്നത്. അവൾ അത് കണ്ടതും ഞാനും ഇവളും റിലേഷനിലാണ്, എങ്ങനെയെങ്കിലും അവനെ അറിയിക്കണമെന്ന രീതിയിൽ അവളുടെ തലയെല്ലാം പിടിച്ച് അവനെ നേരെ നോക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുന്ന അവളുടെ ബാക്കിലിരിക്കുന്ന കുറേ ഓഡിയൻസ് പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും റിലേഷനിലാണ് എന്നെല്ലാം തോന്നുന്നുണ്ട് എന്ന്. അത് കാണുന്ന ഫാറ്റിയും പറയുന്നുണ്ട്, ഗെയിമെല്ലാം തുടങ്ങാനായി, നിങ്ങൾ എന്താണ് കളിക്കുന്നത്? അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.